തിലോപ്പിയാണോ തിലാപ്പിയാണോ ഏതാ കറക്റ്റ്? എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഒരു ലായും ഒരു ലോയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോഴേ ഇന്ന് നമുക്ക് കുറച്ച് തിലോപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കമൻ്റ് ഇട്ടേരെ, ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആലോചനയിലാണ്. ആദ്യമേ കുറച്ചെടുത്ത് വറക്കാമെന്ന് കരുതി. അതിനായിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഞാൻ അരച്ചങ്ങ് എടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഉലുവ, പെരിഞ്ചീരകം, പുളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയൊക്കെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് ഇതിനകത്ത് അങ്ങ് തേക്കുകയാണേ. പിന്നൊരു കാര്യം കൂടെ ഉണ്ട്, ഒരിത്തിരി പുട്ടിൻ്റെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്, 1 സ്പൂണ്. പിന്നെ ലുലുന്നേ വെട്ടിയൊക്കെ കൊണ്ടുവന്നാലും നമ്മളൊന്നുകൂടെ ഒന്ന് മെനക്കെട്ടേ ഇത് വൃത്തിയാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ മെനക്കെട്ട് വൃത്തിയാക്കി എടുത്തതാണ്. അതിനകത്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിലെങ്ങാണോ ഒന്ന് വെച്ചാൽ കുറച്ച് അരപ്പ് പിടിക്കും. ഇല്ല എങ്കിൽ ഇതിനകത്ത് അങ്ങോട്ട് ഫ്രഷ് മീനാണേ, അപ്പോൾ അങ്ങോട്ട് അരപ്പ് പിടിച്ച് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അല്ലാതെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ടേസ്റ്റ് വരത്തില്ല. അരപ്പൊക്കെ പിടിച്ച് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വറുത്തൊക്കെ എടുക്കുമ്പോൾ. പിന്നെ ചോദിക്കാനൊക്കെ മറന്നുപോയി, എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെ ആയി? ഉടുപ്പുകളൊക്കെ തയ്ച്ചൊക്കെ കിട്ടിയോ എല്ലാവർക്കും? പുതിയ ഉടുപ്പിൻ്റെ ഒരു മണം ഒരു വല്ലാത്ത ഹരമല്ലേ ഓണത്തിന്. പണ്ടൊക്കെ ആയിരുന്നല്ലേ ഓണത്തിനൊക്കെ മാത്രം. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമല്ല, എപ്പോഴും ഡ്രസ്സ് എടുക്കൽ മാത്രമേ ഉള്ളല്ലോ ജോലിയല്ലേ, ഓരോ ഫാഷൻ അനുസരിച്ച്. പക്ഷേ ഞങ്ങളങ്ങനെ എടുക്കാറില്ല കേട്ടോ. നമ്മുടെ മക്കൾക്ക് അങ്ങനെ കൂടുതലായിട്ട് ഡ്രസ്സ് അങ്ങനെ എടുത്ത് പിന്നെ ഫാഷൻ അനുസരിച്ച് അങ്ങനെയുള്ള ശീലമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളത്. അതിനപ്പുറത്തോട്ട് അവരും അങ്ങനെ വളരുന്നതല്ലേ നല്ലത്. കാലം കുറേ അങ്ങ് പുരോഗമിച്ചെങ്കിലും നമ്മളായിട്ടിരുന്നാൽ പോരെ, ആ രീതിക്കേ ഉള്ളൂ കേട്ടോ അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കൽ. അപ്പോൾ എന്താണ്, നമ്മുടെ മീൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ മറിച്ചിടാനുള്ള തത്രപ്പാടാണ് കേട്ടോ. ഇത് വീഡിയോയും എടുക്കണം, അതിനകത്ത് കറക്റ്റായിട്ട് കിട്ടുകയും വേണം, മീൻ താഴെ പോവുകയും ചെയ്യരുത്, മീനിട്ട് ഉടയുകയും ചെയ്യരുത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളാണ്. അതിനിടയ്ക്ക് ഞാൻ ഇത്തിരി ഒന്ന് ഉപ്പ് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് മസാലയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതാണ്, കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മീൻ രണ്ടും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരുന്നു. അതിനെ പിന്നെ ഞാൻ എടുത്തതാ പാത്രത്തിലോട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഞാനിങ്ങനെ എടുത്ത് ഷോ കാണിക്കുമ്പോൾ ഇതെങ്ങാനും താഴെ പോയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ആരും കമൻ്റൊന്നും ഇട്ടേക്കല്ലേ, ഈ ഓണമായിട്ട് എന്തേ മീൻ മറത്തതൊക്കെ കാണിക്കുന്നതെന്ന്. അതെ, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വീഡിയോകളാണ് പലപ്പോഴും ഇങ്ങനെ ഇടുന്നത്. ഞാൻ ഓണത്തിനൊന്നും വേണ്ടി പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ നേരം കിട്ടിയില്ല. എനിക്ക് പനിയാണെന്നേ, തണുപ്പ് മാറി ചൂട് മാറി ഇങ്ങനെയുള്ള കാലാവസ്ഥയൊക്കെ ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ എനിക്ക് വെയിലുള്ളൊക്കെ ഉണ്ടല്ലോ, മക്കളെ വിളിക്കാൻ പോക്കും കൊണ്ടാക്കാൻ പോക്കും ഒക്കെ ആയിട്ട് അങ്ങനെയും കൂടാണ് പനി വരുന്നത്. അപ്പോഴേ ഇതിനെ വലുതായിട്ട് അലങ്കരിക്കാനൊന്നും എനിക്കുള്ള നേരം കിട്ടിയില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന കുറച്ച് ഭാഗം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മുള്ളു മാത്രം ഉണ്ട് കേട്ടോ. മീൻ മാത്രം തിന്ന് വയറ് നിറച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.